വയനാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോഴത്തെ ഇത് കണ്ടോ, കൊയ്ത്ത് കഴിഞ്ഞ നെൽവയലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ട്രാക്ടർ കച്ചി കെട്ടുന്നുണ്ട്. കച്ചി കെട്ടുന്ന ട്രാക്ടർ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ പുഴയുടെ സമീപത്താണിത്. ഈ പുഴയുടെ ഓപ്പോസിറ്റാണ് ഞാൻ പറഞ്ഞ ആ വനം വരുന്നത്. ഇവിടുന്ന് വനപ്രദേശം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കണ്ടോ, ഇത് ഫെൻസിങ് ഒക്കെ ഇട്ട് വരുന്നതാണ് ഫോറസ്റ്റിൻ്റെ. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ ചെറിയ വഴിയിലൂടെയാണ് പോകുന്നത്. ഇതൊരു സാധാരണ നാടൻ പാതയാണ്. മണലാണ് ഇത് മുഴുവൻ മണൽപ്പാടമാണ്. മണൽ നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ഈ മണൽ വഴിയിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഇവിടെയെല്ലാം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ പമ്പിങ് സ്റ്റേഷനുകൾ കാണാം. അതിൻ്റെയൊക്കെ വർക്കുകൾ നടക്കുന്നിടമുണ്ട്, അല്ലാത്തടമുണ്ട്. പമ്പിങ് സ്റ്റേഷനുകളുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇതെല്ലാം ഗോത്രവർഗ്ഗക്കാരുടെ കുടിലുകളാണ് ഈ കാണുന്നത്. അവരെല്ലാം ഫോറസ്റ്റിന് വെളിയിൽ ഇപ്പോൾ താമസിക്കുന്ന ആളുകളാണ് ഇതൊക്കെ. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. അപ്പം മേലൂർ മഗ്ന എന്ന മോഴയാന പണ്ട് ആളെ ചവിട്ടിക്കൊന്ന സ്ഥലമാണിത്. എൻ്റെ മുമ്പിൽ കാണുന്ന ഭാഗം അത് കർണാടക വനത്തിൽ നിന്നാണ് ആന ഇവിടെ എത്തിയത്. അങ്ങനെ ആ പ്രദേശത്തൂടെയാണ് നമ്മുടെ യാത്ര. ഇവിടെ ട്രാക്ടർ നിലം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പണിയില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു റോഡ് പുതിയത് വെട്ടിയിട്ടുണ്ട്. മണ്ണൊക്കെ ഇട്ട് പൊക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വയനാടിൻ്റെ തനത് കൃഷി രീതിയാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്താണ്, അതിൻ്റെ തൊട്ടപ്പുറത്താണ് ആ നദി ഒഴുകി പോകുന്ന ഭാഗമാണ് ആ മുമ്പിൽ കാണുന്ന ആ ഇല്ലിക്കൂട്ടങ്ങൾ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വയനാടിൻ്റെ ഉൾഭാഗങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മളുടെ യാത്ര. കുഞ്ഞി എൻ്റെ കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവളും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ സ്കൂട്ടറിലാണ് കേട്ടോ യാത്ര, മറ്റൊന്നും കൊണ്ടല്ല. ഇതെല്ലാം മണൽ വഴികളാണ്. മണൽ വഴി ആയതുകൊണ്ട് നമുക്ക് സൈക്കിളിൽ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ദൂരം കൂടുതലുണ്ട്. ഉൾക്കാടുകളിലോട്ട് വരാൻ നമുക്ക് സൈക്കിൾ തള്ളിക്കൊണ്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുകൊണ്ട് കച്ചിക്കെട്ടുകളൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത്. പണി കഴിഞ്ഞ ഇത് വയൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കച്ചിയൊക്കെ കെട്ടിവെച്ചിരിക്കുന്നത് കാണാം. റോളുകളാണ്. അപ്പോൾ വാഴക്കൃഷിയും തെങ്ങ്, റബ്ബർ എല്ലാ ഇടവിള കൃഷികളും ഈ ഭാഗത്തുണ്ട്. അങ്ങകലെ നമുക്കൊരു പള്ളി കാണാം. ആ ടവറിൻ്റെ അടുത്താണ് ആ പള്ളി. അപ്പോൾ ഈ പുഴയുടെ സൈഡിൽ കൂടെ, കബനി പുഴയുടെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാ കുഞ്ഞേ ഡീ. അല്ലല്ല, വാഹനങ്ങൾ ഇറക്കാനേ പാടില്ലാത്തുള്ളൂ. ആ, വാഹനങ്ങൾ പുഴയോരത്ത് ഇറക്കരുത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കരുത്. അപ്പോഴത്തെ നമ്മൾ കുറുവാദ്വീപിൻ്റെ പരിസരത്തുള്ള ഒരു കാടിൻ്റെ പ്രദേശത്താണ്. നമ്മൾ മുമ്പേ കണ്ട കാടാണ് ഈ പുഴയുടെ അക്കരെയുള്ളത്. അപ്പോൾ ഇല്ലിമുളം കാടുകൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര. കുഞ്ഞിതേ ഇവിടെ ഭയങ്കര പരിപാടികളാണ്. നഖമൊക്കെ തേച്ച് മിനുക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ അവളിങ്ങനെ ഇത് മുളങ്കാടാണ്. എന്നാ മോനെ, അത് എഴുന്നേറ്റ് നോക്കിയതാടാ. നിനക്ക് എല്ലാത്തിനും പേടിയാണോ? വാ, ഈ മുളങ്കാടിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് പോകാൻ പറ്റും. കടുവയുണ്ടോയെന്ന് അറിയില്ല. ഇവിടെയൊക്കെ കടുവയുള്ള സ്ഥലമാണ് കേട്ടോ. പേടിക്കണ്ട. കടുവ വന്നാൽ നമ്മൾ ഓടിയാൽ മതി. പിന്നെ കടുവ ഇത് കണ്ടോ, ഇല്ലി വളയുന്ന സൗണ്ട് കേട്ടോ. നല്ല രസമാണ്. ഇല്ലിക്കാടിൻ്റെ അകത്തിരിക്കാൻ നല്ല സുഖമാണ്. ഇത് കണ്ടോ, നിറച്ച് പശുക്കളെ അഴിച്ചു വിട്ടിരിക്കുന്ന നാടൻ പശുക്കളാണ്. കാസർഗോഡൻ പശുക്കളാണ് കൂടുതലുള്ളത്. അപ്പോഴത്തെ ഞങ്ങൾ ഇങ്ങനെ വാ 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 കുഞ്ഞി. അമ്പും വില്ലുമൊക്കെ ഇവിടെയുണ്ട് കേട്ടോ. വേണമെന്ന് എഴുതി കളിക്കാം. അവർ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു അല്ലേ? വെച്ചിട്ട് പോയതാ. പടി അമ്പ് വല്ല വിഷം പുരട്ടിയ അമ്പും കാണും ഇവിടെ.
അപ്പോഴത്തെ വൻ കാടിൻ്റെ അകത്തൂടെയാണ് നമ്മൾ പോകുന്നത്. ഭീകരമാണ് ഇവിടെ, ആനകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് വേറെ ആളായിരിക്കണം. അപ്പോൾ വാ, ഇതൊക്കെ ആന ഇറങ്ങാൻ സംഭവം കൺഫേമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വല്ലതും നിപ്പുണ്ടോ? പോയി നമ്മൾ മറ്റൊരു ചുരം കയറുമ്പോഴാണ് നമ്മൾ ആനയെ കണ്ടത്. ചോറുണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും താഴെ കരികിലി അനങ്ങുന്ന സൗണ്ട് കേട്ട് താഴോട്ട് നോക്കിയപ്പോൾ 3 പേര് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ പറഞ്ഞ് ഞാൻ ചോറുണ്ടിട്ട് താഴോട്ട് വരാം, അപ്പോഴത്തേക്ക് നിങ്ങൾ റെഡിയായി നിന്നോ എന്ന് പറഞ്ഞ്. പക്ഷേ അവർ താഴോട്ട് ഇറങ്ങിപ്പോയി. ഞാൻ നേരെ കയറ്റം തള്ളിക്കയറ്റി നമ്മുടെ മക്കാം വരെ പോയി. മലപ്പുറത്താണ് അങ്ങനെ സംഭവിച്ചത്. അപ്പോഴത്തെ ഇതിൻ്റെ അകത്ത് വല്ല ആന ഇറങ്ങി കിടപ്പുണ്ടോ എന്ന് ഞാൻ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പെരുങ്കാടാണ് കേട്ടോ. അപ്പോഴത്തെ പുഴ ഇങ്ങനെ ശാന്തസുന്ദരിയായിട്ട് ഒഴുകുകയാണ്. മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ശാന്തതയൊക്കെ മാറിയിട്ട് ആ സാധനം അങ്ങോട്ട് പോയി. കുഞ്ഞി ഇവിടെ വന്നേ, നീ വന്നേ. ഞാൻ പുഴ കാണാൻ പോകുമ്പോഴത്തേ നീ എന്നാ കാണാൻ പോവുക? ഇല്ലിക്കട കയറി കഴിഞ്ഞാൽ അങ്ങനെയാ. വാ വാ കുഞ്ഞി വന്നേ. കുഞ്ഞി അനുസരണ ഇല്ലാത്ത സാധനം. ഇപ്പം ശരിയാക്കി കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട്. അവൾ നല്ല അനുസരണയുള്ള കുഞ്ഞായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാടിൻ്റെ സമീപത്താണുള്ളത്. കാടിൻ്റെ സമീപത്ത് പുഴ ഒഴുകിപ്പോകുന്ന ആ ഏരിയയിൽ നമ്മൾ നിൽക്കുകയാണ്. നല്ല മനോഹരമായ പ്രദേശമാണ്. നല്ല തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മുളങ്കാടാണല്ലോ. മുളങ്കാട് പുഴയുടെ ഇക്കരെയാണ് കേട്ടോ, ജനവാസ മേഖലയിലാണ്. അവിടെ ആൾക്കാർ പുഴയിൽ പശുക്കളെയും പോത്തിനെയൊക്കെ കുളിപ്പിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ പുഴയുടെ ഒരു അരികിലേക്ക് ഞാൻ വന്നതാണ്. ഇതാണ് വയനാടിൻ്റെ ശരിക്കും വന്യമായ സൗന്ദര്യം. ഇവിടെ രാത്രിയിൽ മീൻ പിടിക്കാൻ വരുന്ന ആളുകൾ, അതായത് നമ്മുടെ ഗോത്ര വിഭാഗക്കാർ, അവർ തീ ഇട്ടിരിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതവർ തീയിട്ട് മീൻ പിടിക്കാൻ വരുമ്പോൾ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി അവർ തീയിടുന്നതാണ്. അങ്ങനെയാണ് ഇവർ പുഴയുടെ അരികിൽ വൈകിട്ട് രാത്രി കാലങ്ങളിൽ മീൻ പിടിക്കാനൊക്കെ വരുന്നത്. ഈ പുഴയിൽ നിന്നും ആനകളൊക്കെ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് ആനകൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്തോട്ടൊക്കെ കയറുന്ന സ്ഥലമാണിത്. അപ്പോൾ കുറുവാദ്വീപിന് സമീപമാണ്. പിന്നെ ഇവിടുത്തെ ഒരു വലിയ ജലസ്രോതസ്സ് എന്ന് പറഞ്ഞാൽ ഈ നദി തന്നെയാണ്. ഇത് 3 നദികൾ ചേർന്ന് വരുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ കുഞ്ഞി അവിടെ കിടക്കാൻ പോയെന്ന് തോന്നുന്നു. തണുപ്പത്തോട്ട് പോവുകയാണ്. ഡീ ഇവിടെ വന്നേ, അവിടെ പോയി കിടക്ക്. കാടിൻ്റെ അകത്ത് കയറണ്ട. കാടിൻ്റെ അകത്ത് കയറിയ ഫോറസ്റ്റുകാർ തന്നെ ഓടിച്ചിട്ട് തല്ലി. നീ ഇവിടെ വന്നത് തന്നെ ശരിയല്ല. അവിടെ കിടന്നു ഉറങ്ങിക്കോ കേട്ടോ. ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. അപ്പോഴത്തെ കുഞ്ഞി അവിടെ കിടപ്പുണ്ട്. ഞാൻ ഇവിടെ പശുക്കൂട്ടങ്ങൾ ഇവിടെ മേയുന്നുണ്ട്. അവർ പുല്ലൊക്കെ തിന്ന് അർമാദിച്ച് നടക്കുകയാണ്. അവർ മുഖമൊക്കെ കഴുകാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. കുഞ്ഞിയോട് കിടക്കാൻ പറഞ്ഞാണ് അവൾ എൻ്റെ പുറകെ വരുന്നുണ്ട്. കുഞ്ഞിപ്പെണേ വാ, വെള്ളം കുടിക്കാനാ പാടി. വാ പോയി വെള്ളം കുടിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങൾ ഇത് കണ്ടോ, നല്ല മണൽ കിടക്കുന്നുണ്ടോ. ഇതൊക്കെ പ്രളയത്തിന് വന്ന് കയറിയ മണലാണ്. കുഞ്ഞേ ഡി ഓടി വന്നേ കുഞ്ഞി വന്നേ, ഓടിച്ചാടി വന്നേ. എൻ്റെ ഇവിടെ നിച്ച വെള്ളം കുടിച്ചോ വന്ന് കണ്ട, അവിടെ വന്ന് വെള്ളം കുടിച്ചോ. വെള്ളം കുടിച്ചോ. വാ പോയി വെള്ളം കുടിച്ചോ. പോയി വെള്ളം കുടിച്ചോ. കുഞ്ഞിതേ ഞങ്ങളുടെ കൂടെ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. വെള്ളം കുടിക്കാനാ. വാ മീൻ പിടിക്കാൻ വാ. മീൻ പിടിച്ചോ. പിന്നെ ചെറിയ മീനില്ലേ? ഓ താണ്ട് കിടക്കുന്നു. അത് കല്ലാൻ കുത്തിയോ? എൻ്റെ കുഞ്ഞ് അത് കണ്ട കുഞ്ഞുങ്ങൾ നടക്കുന്നു. ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ. വേണ്ട അത് കണ്ട കുഞ്ഞുങ്ങൾ നടക്കുന്നു. കുഞ്ഞിതേ പുഴയിലിറങ്ങി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഇവിടുത്തെ കല്ലുകളുടെ പ്രത്യേകത കേട്ടോ. പലതരം കളറിലുള്ള കല്ലുകളാണ്. നല്ല കണ്ണീര് പോലത്തെ വെള്ളം കണ്ടോ. കണ്ണീര് പോലത്തെ അല്ല, ശരിക്കും കണ്ണീരാണ്. ഇത് വെള്ളമാണ് കേട്ടോ. നമ്മൾ ചവിട്ടുന്നിടത്ത് മാത്രം മണലായതുകൊണ്ട് കലങ്ങുന്നതല്ലാതെ
നല്ല ഇവിടെ എങ്ങാനും വന്ന് കുളിച്ചാൽ മതിയായിരുന്നു. ഓ, ആ പടവാരത്ത് പോയി കുളിക്കണ്ടായിരുന്നു അല്ലടാ ബീത്തെ ഇവിടെ വന്ന് കുളിച്ചാൽ മതിയായിരുന്നു. സുഖമായിട്ട് ഇറങ്ങി കുളിക്കായിരുന്നു. നോക്കി അവിടെ ഒന്നും ആഴം പോലും ഇല്ല. അത്യാവശ്യം വേണ്ട എനിക്ക് കുഞ്ഞിപ്പണി വാ. അയ്യോ, വരുന്ന വഴിക്ക് നമ്മുടെ വയനാടിൻ്റെ ഗ്രാമീണ ഭംഗിയും കാനന ഭംഗിയും ചേർന്നുള്ള ഒരു പ്രദേശത്തെത്തി. ഇതെല്ലാം വയലായിരുന്നു. ഇത് കണ്ടോ, ഇത് ഫോറസ്റ്റ് ഏരിയയാണ്. ആ ഫോറസ്റ്റിൻ്റെ താഴെ ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഓരോ പഴയ വീടുകൾ കാണാം. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ സ്കൂട്ടർ എടുത്ത് ഇതിൽ പോകുന്നത്. കാരണം സൈക്കിളിൽ വരുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം ബിജിലിയുടെ വണ്ടി എടുത്താണ് പോകുന്നത്. ബിജിലിയല്ല ബിജിത്ത്, പെട്ടെന്ന് ബിജിലി എന്നാണ് വായിൽ വരുന്നത്. കാരണം ഗൾഫിൽ എൻ്റെ കൂടെ ഒരു ആൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിജിത്തിൻ്റെ വണ്ടി എടുത്ത് നമ്മൾ യാത്ര ചെയ്ത് പോകുന്നതാണ്. വലതുവശം പുഴയും കബനിപ്പുഴയും വനമേഖലയും, വലതുവശത്ത് ഫോറസ്റ്റ് അല്ലാത്ത ഏരിയയിലും പഴയ വീടുകൾ, നമ്മുടെ ഗോത്രവർഗ്ഗക്കാരുടെ വീടുകൾ കാണാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ കൃഷിയുണ്ട്. ആന ഇറങ്ങാതിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ വെച്ച് അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വനമേഖലയാണ്. അവിടെയൊക്കെ ആന ഇറങ്ങുന്ന ഏരിയയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ആന ഇറങ്ങുന്ന ഏരിയയാണ് ഞാനിപ്പോൾ വരുന്നത്. ഇതിൻ്റെ തൊട്ട് മുമ്പ് ആന ഇറങ്ങുന്ന ഒരു ഏരിയ ആണെന്നുള്ള സൈൻ ബോർഡ് കണ്ടു. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഉച്ച നേരമായതുകൊണ്ട് ആനകൾ കാണില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മനോഹരമായ പാടത്തിൻ്റെ നടുക്കൂടെ വളഞ്ഞു കുളഞ്ഞുള്ള വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. വഴിയിൽ കണ്ടതാണ് ഒരു ഏറുമാടം. ഒരു മരത്തിന് മുകളിൽ നല്ലൊരു ഏറുമാടം വെച്ചിരിക്കുന്നു. ട്രീ ഹൗസ് എന്ന് അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വനമേഖലയുടെ സമീപമുള്ള ഒരു റിസോർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലാണ് ഈ ട്രീ ഹൗസ് കണ്ടത്. എന്നെ അന്വേഷിച്ച് ആൾ തിരിച്ചു വരുന്നുണ്ട്. പാഞ്ഞു പോവുകയാണ്. നല്ല സ്ഥലം കഴിയുമ്പോൾ അവർ കണ്ടിട്ടുള്ളത് അവർക്ക് എന്നും കാണാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് അവർ വിട്ടുപോയി. നമുക്കിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒന്ന് വീഡിയോ എടുക്കാൻ പോലും സമയം തരാതെ ഇവർ രണ്ടുപേരും ഇവിടെ പാഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരുത്തൻ എന്നെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ കച്ചിയൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. ഒരു നല്ല ട്രീ ഹൗസ് കണ്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാനിവിടെ നിർത്തി, അവർ വിട്ടുപോയി. അപ്പം മനോഹരമായ കാഴ്ചകളാണ് ഇപ്പം നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ സ്ഥലത്തിൻ്റെ കാരണം ചേകാടി എന്നുള്ള സ്ഥലമാണ്. ശരിക്കും വനവുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ചേകാടി. അതായത് ആ വലതുവശത്ത് കാണുന്ന സ്ഥലം മുഴുവൻ വനമേഖലയാണ്. അതിനോട് ചേർന്ന് ഗോത്രക്കാരുടെ വീടുകൾ, അതിന് ശേഷം പാടം. തന്നെ ഇത് മീൻ വളർത്താൻ കുളം ഉണ്ടാക്കുകയാണ്. ചെള്ളി ഇവിടെ ഒരു കുളം ഉണ്ടാക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കുളം ഉണ്ടാക്കി വരുന്നത്. അത് ഇത് വണ്ടിയൊന്നും ഇറക്കി ചെയ്തതല്ലെന്ന് തോന്നുന്നു അല്ലേ? വണ്ടി ഇറക്കിയിട്ടാണ് ആണോ? സെൻറ്ററിൽ ഒരു കൂപ്പയൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ചേകാടിയിലുള്ള ഈ പാടശേഖരത്തിൻ്റെ നടുക്കൂടെ ഞങ്ങളിങ്ങനെ പതിയെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ടാണ് ഈ ഒരു റിസോർട്ട് സംബന്ധമായ ഒരു ട്രീ ഹൗസ്. അപ്പം നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഓക്കെ. അപ്പോഴത്തെ വന്ന വഴിയിൽ ഒരു കാവൽപ്പര കണ്ട്. വഴിയോട് ചേർന്നുള്ളൊരു കാവൽപ്പരയാണ്. ഇല്ലിക്കാടുകളാണ്, മുളങ്കാടുകൾ. മനോഹരമായ മുളങ്കാടുകളാണ് മുഴുവൻ. നല്ല രസമാണ് കേട്ടോ ഇതിൻ്റെ അടിയൊക്കെ കാണാൻ. അടിയിലൊക്കെ പോയിരുന്ന് നല്ല സുഖമുള്ള തണുത്ത കാറ്റാണ് അനുഭവിക്കുന്നത്. ഞങ്ങളിപ്പോൾ കുറേ സമയം ഒരിടത്ത് ഇരുന്നിട്ടാണ് വരുന്നത്. കുഞ്ഞ് അതിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ ആ ഒരു സുഖം കിട്ടിയതുകൊണ്ട് ഞങ്ങളവിടെ കിടന്നു. പിന്നെ ഒരാൾ വന്ന് പറഞ്ഞ് അതിൻ്റെ അടിയിലൊക്കെ പാമ്പ് കാണുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നതാണ്. ഈ മുളങ്കാടുകൾ വളരെ മനോഹരമാണ്. ഇത് കണ്ടോ, ഒരു പ്രദേശം മുഴുവൻ മുളങ്കാടുകൾ, തൊട്ട് പുറകിൽ ചോലവനം. അപ്പോൾ വരുന്ന വഴിയിൽ ഇത് കണ്ടോ, ഒരു കാവൽപ്പുര കണ്ടോ. ആൾക്കാർക്ക് വിശ്രമിക്കാനും പണിക്കാർക്കൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഈ കൊയ്ത്ത് സമയത്തും ഞാറ് നടുന്ന സമയത്തൊക്കെ അവർക്ക് കയറി വിശ്രമിക്കാനുള്ള ഇത് കണ്ടോ, കച്ചിയൊക്കെ ഇട്ടാണ് ഇട്ടിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു സ്ഥലം. അതുപോലെ തന്നെ രാത്രിയിൽ കാവലിരിക്കുമ്പം ഇവിടെ തീ കൂട്ടും. ആനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതാകാതിരിക്കാൻ വേണ്ടി തീ കൂട്ടുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ ചാരമാണ് ഈ കിടക്കുന്നത്. ഇതുണ്ടോ, കുഞ്ഞ് ഓടി വന്നിട്ടുണ്ട് എൻ്റെ പുറകെ. ഞാൻ ഇട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. ഇതുണ്ടോ, ഇതാണ് ആ
കാവൽപ്പര ഈറ്റ കീറിയിട്ട് ചതച്ച് എടുത്തിട്ട്, ഈറ്റയല്ല മുള കീറി ചതച്ചിട്ട് അതിൻ്റെ ഇത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ പുറകെ ഓടി വന്നതാണ് കേട്ടോ എൻ്റെ പെണ്ണ്. എൻ്റെ പുറകെ ഓടി വന്ന്, അപ്പോൾ പെണ്ണിനെയായിട്ട് ഞാൻ തിരിച്ച് നടക്കുകയാണ്. പെണ്ണിക്കുട്ടി, ചക്രവാവേ, നമ്മളിപ്പോൾ ഇങ്ങ അറ്റത്ത് വന്നടി. ഇതുണ്ടോ ചക്രവാവ നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. ചക്രവാവ നല്ല അണയ്ക്കുന്നുണ്ട്, ഇച്ചിരി വെള്ളം കൊടുക്കണം. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ ഒരു മണ്ണുകൊണ്ടുള്ള ഏകദേശം 30 വർഷത്തിന് മുകളിൽ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ടീ ഷോപ്പ് കണ്ടു. ഈ മുളങ്കാടിൻ്റെ ഇടയിലാണ് ആ ടീ ഷോപ്പ്. ഈ നാട്ടിലെ ഏക ടീ ഷോപ്പാണ് കേട്ടോ. അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ടീ ഷോപ്പ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ഒരു പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു ടീ ഷോപ്പാണ്. ഞങ്ങളതിൻ്റെ അടുത്താണ് സ്കൂട്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സൈക്കിളിരിക്കുന്നത് ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ അകലെയാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇങ്ങോട്ടൊക്കെ സൈക്കിളുമായിട്ട് വരുന്നത് അപകടമാണ്. കാരണം മറ്റൊന്നുമല്ല, എപ്പോഴും ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അത് ഉച്ചയെന്നോ വൈകുന്നേരമെന്നോ ഒന്നുമില്ല, ഏത് സമയത്തും ആന ഇറങ്ങാൻ സാധ്യതയുള്ള ഏരിയയാണ്. ഇതുകൊണ്ടോ മൊത്തം ഫെൻസിങ്ങൊക്കെ അടിച്ചിരിക്കുന്നുണ്ടോ. ഇത് ഒരു വലിയ ചതൽപ്പുറ്റ് കാണാം. ചതൽപ്പുറ്റുകൾ ഇവിടെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് സുഖുവേട്ടൻ്റെ ചായക്കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ സുജിത്തൊക്കെ ചായ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ കാട്ടിലോട്ടുള്ള വഴികളൊക്കെയാണ്. പെണ്ണ് ഇറങ്ങി ഓടിപ്പോകുന്നൊന്നും ഇവരറിഞ്ഞില്ല. പെണ്ണിറങ്ങി എൻ്റെ പുറകെ പോകുന്നു. പെണ്ണിൻ്റെ കാര്യം അവർ വിട്ടുപോയെന്ന് തോന്നുന്നു ചായ കണ്ടപ്പോൾ. അപ്പോൾ സുഖുവേട്ടൻ്റെ ചായക്കടയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കേട്ടോ. സുഖുവേട്ടൻ്റെ ചായക്കടയിൽ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണിത്. ഇത് കണ്ടോ, മണ്ണ് തേച്ച് പിടിപ്പിച്ച ഒരു കെട്ടിടമാണ്. പഴയ ജനൽ, അതായത് ഇല്ലിയുടെ ആ കെട്ടിൽ തന്നെ അവർ അത്രയും ഭാഗം മാത്രം മണ്ണങ്ങ് മാറ്റി. അപ്പോൾ അത് ഒരു ഹോളായി. ജനലാണ്. അപ്പുറത്തും ഉണ്ട് ഒരു ജനൽ. ഇതുണ്ടോ, മൊത്തം പുല്ലാണ്, കച്ചിയാണ് കേട്ടോ. കച്ചിയിട്ടാണ് മൊത്തം കെട്ടിയിരിക്കുന്നത്. വർഷാവർഷം മെയ്യുന്നതാണ്. വേനൽക്കാലം ആകുമ്പോൾ അത് മേഞ്ഞെടുക്കും. ഇതാണ് കേട്ടോ നമ്മുടെ സുഖുവേട്ടൻ്റെ ചായക്കടയാണ്. ഇത് കണ്ടോ, ഇത് ഗ്യാസോ കാര്യങ്ങളോ ഒന്നുമല്ല, വിറകടുപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സമോവറല്ല, പഴയ രീതിയിലുള്ള കലവും പാല് വെക്കാനുള്ള ചട്ടിയും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയാണ്. അപ്പോൾ ഏകദേശം 30 വർഷത്തോളമായി സുഖുവേട്ടൻ ഈ ചായക്കട നടത്തുന്നു. ഈ പ്രദേശത്ത് ഉള്ള ഏക ചായക്കടയായിരുന്നു അന്ന്. ഇപ്പോൾ അവിടെ ഇവിടുന്നൊരു 4 കിലോമീറ്റർ അപ്പുറത്തും ഒക്കെ ചെറിയ ചെറിയ ഷോപ്പുകൾ വന്നിട്ടുണ്ട്. കച്ചിയിട്ട് മേഞ്ഞ ഒരു കെട്ടിടം. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു മുറിയുണ്ട്. അത് മണ്ണുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. മുള കീറി പനമ്പ് കെട്ടിയതിന് ശേഷം അതിൽ മണ്ണ് തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. മണ്ണ് മാത്രമല്ല കേട്ടോ, ചാണകം മിക്സ് ചെയ്യുന്നുണ്ട് ഈ മണ്ണിൻ്റെ അകത്ത്. കാരണം ചാണകത്തിൽ ഇത് നമുക്ക് പുല്ലിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടും. അതുകൂടെ മിക്സ് ചെയ്താണ് ഇത് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം. ആ തരിതരിയായി നിൽക്കുന്നത് ചാണകത്തിൽ നിന്ന് കിട്ടുന്ന ആ പുല്ല് കഷ്ണങ്ങളാണ്. പിന്നെ ചിലയിടത്തൊക്കെ കച്ചി പൊടിച്ച് ചേർക്കാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ മൺവീടുകൾ കിട്ടുന്നത്. അതിന് ചെറിയ ജനൽ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ജനൽ. ഇതിൻ്റെ പ്രത്യേകത കണ്ടോ, ഇത് ചീല് വെച്ച് ചേർത്തെടുത്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുള്ളത് ചേകാടിയിലാണ്. ചേകാടിയിലെ വനമേഖലയുടെ സമീപമാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിനടുത്ത് തന്നെ നമുക്ക് ധാരാളം കവുങ്ങും തോപ്പുകളും ധാരാളം വീടുകളൊക്കെ കാണാം. അപ്പോൾ ഇവിടുത്തെ ചേകാടിയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത് ഈ ചേകാടിയിലെ ഒരു ചായക്കടയാണ്. പുല്ല് മേഞ്ഞ ഒരു ചായക്കട. പുല്ലല്ല, വൈക്കോൽ മേഞ്ഞ ഒരു ചായക്കട. അത് മറ്റാരുടെയുമല്ല, സുഖുവേട്ടൻ്റെ ചായക്കടയാണ്. അപ്പോൾ സുഖുവേട്ടൻ്റെ ചായക്കടയിലാണ് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വന്നത്. ഉച്ച നേരമാണ്.
എങ്കിലും സുഖേട്ടൻ്റെ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സുഖം തന്നെയാണ്. അതും വയനാടിൻ്റെ തനിമയിലുള്ള ഒരു വീട്, പുല്ലുകൊണ്ടുള്ള ഒരു വീട്, അതിൽ മുള പാകി അതിൽ മണ്ണ് തേച്ച ഒരു മുറിയുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, പഴയകാല ഒരു ബെഞ്ചാണ്. അതിൽ രണ്ട് രാജാക്കന്മാരിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. ആ ഗ്ലാസ് കെട്ടിക്കളയണ്ട കേട്ടോ. അതിൻ്റെ താഴെ തന്നെ നമ്മുടെ കുഞ്ഞ് കിടന്ന് ഉറങ്ങുന്നുണ്ട്. സുഖേട്ടനകത്തുണ്ട്. അപ്പോൾ സുഖേട്ടൻ്റെ പഴയ റേഡിയോ, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന പഴയ റേഡിയോ ആണ് ഈ ഇരിക്കുന്നത്. അതിൽ ഇങ്ങനെ അങ്ങനെ നമ്മൾ ട്യൂൺ ചെയ്യുമ്പോഴത്തേനും ഒരു പരപരപ്പ് സൗണ്ടും ഒക്കെയുള്ള ആ റേഡിയോ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത് നിങ്ങൾ ഈ കാണുന്നത്. പണ്ട് കാലത്ത് തന്നെ നമ്മൾ ചെയ്തിരുന്ന ആ അടുപ്പ്, 3 കല്ല് വെച്ച അടുപ്പ്, അതിൽ ചായ വെക്കുന്നു. അതുപോലെ തന്നെ അതിലെ വെള്ളത്തിൽ തന്നെ നമ്മുടെ പാല് തിളപ്പിച്ചതിന് ശേഷം ആ ചായയും ആ അരിപ്പയും അതേ തന്നെ ഇട്ട് ഉള്ള സമോവർ രീതി, അതിപ്പോഴൊന്നും നമുക്ക് എല്ലായിടത്തും ഒന്നും കാണാൻ പറ്റിയില്ല. കാണേണ്ടവർ വയനാട്ടിൽ ചേകാടിയിൽ വന്ന് സുഖേട്ടൻ്റെ കടയിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചാൽ അതിൻ്റെ ആ ഒറിജിനലായിട്ടുള്ള ആ രുചിയും കിട്ടും, ആ കാഴ്ചകളും കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പിന്നെ സുഖേട്ടൻ്റെ ഒരു ചെറിയ കട ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ മുറിയാക്കി വെച്ചിരിക്കുന്ന മണ്ണ് തേച്ച ആ മുറി ഈ കടയാണ്. 2 സൈഡും പനമ്പ് വെച്ച് പൊതിഞ്ഞിട്ട് അതിൽ കച്ചിയും ഇത് മണ്ണും ചാണകവും കൂടി മിക്സ് ചെയ്ത് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കെട്ട് മുഴുവൻ മുളയാണ് കേട്ടോ. ഇതുകൊണ്ട് ഒരു മുള കൊണ്ട് തീർത്ത ഒരു വീട്. പിന്നെ സുഖേട്ടൻ്റെ പഴയ ചായക്കടയുടെ പഴയ ബോർഡ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇപ്പോൾ പുതിയ ബോർഡാണ്. ബാക്കി എല്ലാ ഭാഗങ്ങളും പനമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ഇരുന്നാൽ കാണാം, ഇങ്ങനെ പാടത്തിൻ്റെ ഒരു കാഴ്ചയും കാടിൻ്റെ ഒരു കാഴ്ചയും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് സുഖേട്ടൻ്റെ കടയുടെ ഒരു ഭംഗി. ഈ ഭംഗി കിട്ടണമെങ്കിൽ ഈ ഗ്രാമങ്ങൾ തേടി നമ്മൾ വരണം, അല്ലാതെ സിറ്റിയിലിരുന്നാലൊന്നും ഇത് കിട്ടിയല്ല. കുഞ്ഞിപ്പെണ്ണ് കിടന്നുറങ്ങുക. എടാ ഇവളെയും കൂടി അങ്ങ് കൊണ്ടോടാ, പിള്ളേർ വരുന്ന ആളുകൾക്കുള്ള വിറകാണ് ഇത്. കീറി ഇട്ടിരിക്കുന്നതാണ് ഇവിടെ. ഇതുണ്ടോ, ഇനിയുള്ള ആളുകൾക്ക് ചായ കുടിക്കാനുള്ള, ഞങ്ങൾക്കുള്ള വിറകൊക്കെ കത്തിത്തീർന്ന് ഇനിയുള്ള ആളുകൾക്ക് ചായ കുടിക്കാനുള്ള വിറക് തേർന്ന് ഞങ്ങൾ ഇറക്കിയിട്ടിട്ടുണ്ട്, കീറിയിട്ടിട്ടുണ്ട് അല്ലേ. ഇനി വരുന്നവർക്കുള്ള വിറകല്ലേ ഇത്. നമ്മളൊക്കെയുള്ള കത്തിക്കഴിഞ്ഞ്. കുഞ്ഞി ഇങ്ങോട്ട് ഉറങ്ങാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. ഉറങ്ങിയില്ല, അവൾ തണുപ്പ് തപ്പി നടക്കുക. അവിടെ കിടന്നു. നല്ല മാവ് പൂത്ത് നിൽക്കുന്ന കേട്ടോ. എത്തിയിട്ടുണ്ട് നമ്മൾ. ഇതാണ് ബാവലി ചെക്ക് പോസ്റ്റ്, എക്സൈസിൻ്റെ ആണ് ബാവലി ചെക്ക് പോസ്റ്റ്. ഇതിൻ്റെ അപ്പുറം ഇവിടെ നിന്നൊരു കുറച്ച് ദൂരം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് കർണാടക എത്തും. ഇത് നമ്മുടെ ചെക്ക് പോസ്റ്റാണ്, കേരള ചെക്ക് പോസ്റ്റ്, എക്സൈസിൻ്റെ ആണ്. ഇതാണ് ബാവലിയിലെ ഫോറസ്റ്റ് ഓഫീസൊക്കെ വരുന്നത്. ആ വലിയ ആൽമരം, അതിൻ്റെ അടിയിലൊരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. ഇത് ഫോറസ്റ്റ് റേഞ്ച് ഏരിയയാണ്. കേരളത്തിലെ ഒരേ ഒരു ജില്ലയിൽ നിന്നും 2 സംസ്ഥാനങ്ങളുടെ അതിർത്തി പങ്കിടുന്നുണ്ട്. ഒന്ന് ഈ ബാവലിയിലെ ഈ ചെക്ക് പോസ്റ്റ്, അതായത് കർണാടകത്തിലോട്ട് കയറുന്ന ചെക്ക് പോസ്റ്റ്. അതുപോലെ തന്നെ വയനാട്ടിലെ മറ്റ് ചെക്ക് പോസ്റ്റ് ഉള്ളത് ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റ്, അതായത് ഊട്ടിയിലേക്ക് കയറുന്ന, തമിഴ്നാട്ടിലേക്ക് കയറുന്ന ചെക്ക് പോസ്റ്റും ഈ വയനാട് ജില്ലയിൽ തന്നെയാണ്. അങ്ങനെ 2 സംസ്ഥാനങ്ങളെ ഒരു ജില്ലയിൽ നിന്ന് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഈ വയനാട് ജില്ലയാണ്. അപ്പോൾ അതിൻ്റെ ബാവലിയിലാണ് നമ്മളുള്ളത്. നമ്മൾ ഗൂഡല്ലൂർ ഭാഗത്തേക്ക് പോകുന്നില്ല. പുൽപ്പള്ളി ഭാഗത്ത് ആനശല്യമുള്ളതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്.
നമ്മളിനി വനാതിർത്തിയിലൂടെ നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്.